കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വചനം ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. മറ്റേത് പുസ്തകത്തെക്കാളും ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ലോകം അംഗീകരിക്കപ്പെട്ട പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ മറ്റേത് മതഗ്രന്ഥങ്ങളെപ്പോലുള്ള ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ. ബൈബിൾ ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. 66 പുസ്തകങ്ങളടങ്ങിയ ഒരു പുസ്തകമാണ്, ഒറ്റ പുസ്തകമാണ് ബൈബിൾ. 1189 അധ്യായങ്ങളും 31,173 വാക്യങ്ങളും 7,83,173 വാക്കുകളും അടങ്ങിയതാണ് വിശുദ്ധ വേദപുസ്തകം. ഈ വേദപുസ്തകം രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പഴയ നിയമമായിട്ടും പുതിയ നിയമമായിട്ടും. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം നിഴലായും പുതിയ നിയമം പൊരുളായിട്ടുമാണ് വേദശാസ്ത്രിമാർ ഈ വേദപുസ്തകത്തെ അല്ലെങ്കിൽ ബൈബിളിനെ തരം തിരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ 5 പുസ്തകങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളായിട്ടും യോശുവ മുതൽ എസ്തർ വരെ ഉള്ള 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളായിട്ടും, ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള 5 പുസ്തകങ്ങൾ കാവ്യ പുസ്തകങ്ങളായിട്ടും, യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള 17 പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളായിട്ടുമാണ് ബൈബിളിനെ വേദശാസ്ത്രിമാർ തിരിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരായ 17 പ്രവാചകന്മാരിൽ 4 വലിയ പ്രവാചകന്മാരായ യെശയ്യാ, യിരെമ്യാ, ഹെസ്കേൽ, ദാനിയേൽ എന്നീ 4 പുസ്തകങ്ങൾ വലിയ പ്രവാചകന്മാരായിട്ടും, ഹോശയ്യ മുതൽ മലാക്കി വരെയുള്ള 13 പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാരായിട്ടാണ് പഴയ നിയമത്തെ വേർതിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ടായി മത്തായി മുതൽ ആരംഭിക്കുന്ന, അതിനിടയിൽ മലാക്കിക്കും മത്തായിക്കും ഇടയിൽ ദൈവവും മനുഷ്യനുമായി ഒരു ബന്ധമില്ലാത്ത ഒരു 400 വർഷം ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. വചനവുമായോ ദൈവവുമായോ മനുഷ്യനുമായിട്ടോ ഒരു ബന്ധവും ലോകത്തിൽ ദൈവവുമായിട്ടില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടം. അത് 400 വർഷം. ഈ 400 വർഷം കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു പൊരുളുണ്ട്. അത് മത്തായി മുതൽ ആരംഭിക്കുന്നു. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളാണ്. 4 സുവിശേഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. 4 സുവിശേഷങ്ങളില്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്.
ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പോൾ പറയുന്നത് പോലെ സുവിശേഷം ഒന്നേ ഉള്ളൂ, പക്ഷേ 4 സുവിശേഷകന്മാരാൽ എഴുതി. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4ആയിട്ട് എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. ആമേൻ. അങ്ങനെ ഏതൊരു വിഷയത്തെ ഇങ്ങനെ 4 പേരായിട്ട് എഴുതിയിട്ടില്ല. ഒരു വാക്യം മറ്റൊരിടത്ത് അടർത്തി എഴുതിയിട്ടുണ്ട്, ഒരു അധ്യായം മറ്റൊരിടത്ത് അടർത്തി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു സംഭവം തന്നെ 4 മേഖലയിൽ എഴുതിയത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമാണ്. ഹല്ലേലൂയ. കാരണം അത്രയ്ക്ക് പ്രാധാന്യത ഉള്ളത് കൊണ്ടാണ് മത്തായി യേശു ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് രാജാവായിട്ടാണ്. മത്തായി യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിച്ച് അത് യഹൂദന്മാർക്ക് സിംഹമുഖമായിട്ടാണ് ലോകത്തിന് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മാർക്കോസ് യേശു ക്രിസ്തുവിനെ ദാസനായിട്ടാണ്, അത് റോമക്കാർക്ക് വേണ്ടി എഴുതിയതാണ്, കാളമുഖമായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ലൂക്കോസ് വിശേഷം യേശു ക്രിസ്തുവിനെ മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ച് അത് യവനർക്ക് മനുഷ്യമുഖമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ദൈവസഭയ്ക്കു വേണ്ടി അല്ലെങ്കിൽ മാനവ കുലത്തിനു വേണ്ടിയാണ്, ദൈവസഭയ്ക്കു വേണ്ടിയാണ് എഴുതിയത്. അത് യേശു ക്രിസ്തുവിനെ കഴുകൻ മുഖമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ യേശു ക്രിസ്തുവിനെ 4 സുവിശേഷകന്മാർ 4 ആംഗിളിൽ നിന്നുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിന് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങളായിട്ടും അടുത്ത ഒരു പുസ്തകം അപ്പോസ്തല പ്രവൃത്തി ചരിത്ര ഗ്രന്ഥമായിട്ടും 21 ലേഖനങ്ങളായിട്ട് മാറ്റിയിരിക്കുക. അവസാനത്തെ ഒരു പുസ്തകം എന്ന് പറയുന്നത് വെളിപ്പാടാണ്. മേലാൽ സംഭവിപ്പാനുള്ളത് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ യോഹന്നാന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതിനെ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയതാണ് അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ പഴയ നിയമമായും പുതിയ നിയമമായും വേദപുസ്തകത്തെ വ്യക്തമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിനകത്തൊത്തിരി ആശയങ്ങളുണ്ട്. BC 1500 മുതൽ AD 100 വരെയുള്ള 1600 കാലഘട്ടങ്ങൾ കൊണ്ടാണ് വേദപുസ്തകം എഴുതി തീർക്കുവാനിടയായത്. ഏകദേശം 40-ൽ പരം എഴുത്തുകാരാൽ 1600 വർഷങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എഴുത്തുകാരനായ മോശയും ഒടുവിലത്തെ എഴുത്തുകാരനായ യോഹന്നാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവർക്ക് തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അവർ ഒരിടത്തിരുന്ന് ആശയങ്ങൾ പറഞ്ഞെഴുതിയതല്ല. ഇങ്ങനെ 1600 വർഷങ്ങൾ എടുത്തു ഈ വേദപുസ്തകം എഴുതി പൂർത്തീകരിക്കുവാൻ. വേദപുസ്തകത്തിൻ്റെ അകത്തൊരു വേദപുസ്തകമുണ്ട്. ഏതെന്നറിയാമോ? വേദപുസ്തകത്തിൻ്റെ അകത്തൊരു വേദപുസ്തകം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. വേദപുസ്തകത്തിന് 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒറ്റ പുസ്തകമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ 66 പുസ്തകങ്ങൾ, 66 അധ്യായമുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് നമുക്കറിയാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കണ്ടോ? ആകാശമേ കേൾക്ക. പ്രവാചക ശ്രേഷ്ഠൻ, പ്രവാചകന്മാരുടെ പ്രഭു എന്നറിയപ്പെടുന്ന പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. എൻ്റെ മുമ്പിൽ എനിക്ക് പ്രസംഗിക്കാൻ ഇത്രയും പേരെങ്കിലും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ മുമ്പിൽ ആരുമില്ല. യെശയ്യാവ് ആകാശത്തെ നോക്കി, ഭൂമിയെ നോക്കി വിളിച്ചു പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി. കണ്ടോ? അത്രയ്ക്ക് ശക്തമായ പ്രവചന ശുശ്രൂഷ അങ്ങ് ആരംഭിക്കുകയാ. 1 മുതൽ 1 വായിച്ചേ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത് ആമേൻ. ഉസിയാവ് മരിച്ച ആണ്ടിൽ
കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ശക്തന്മാരായ 4 രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവിന്റെ പ്രവചനം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. പ്രവചനത്തെ 3ആയി നമുക്ക് തിരിക്കാം. ഒന്ന്, ആമേൻ, പ്രവാസത്തിനു മുമ്പുള്ള പ്രവചനങ്ങൾ. പ്രവാസത്തിന് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാർ വേദപുസ്തകത്തിലുണ്ട്. പ്രവാസത്തിൽ കിടക്കുമ്പോൾ പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. പ്രവാസം കഴിഞ്ഞു വന്ന് പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. എങ്ങനെ? പ്രവാചകന്മാർ 3 തരത്തിലാണ് പ്രവചിച്ചത്. ഒന്ന്, പ്രവാസത്തിൽ പോകുന്നതിന്, ബാബേൽ പ്രവാസത്തിന് മുമ്പ് പോകുന്നതിന് മുമ്പ് പ്രവചിച്ചു. ആമേൻ. 2, ആ പ്രവാസത്തിൽ കിടക്കുമ്പോൾ യെഹെസ്കേൽ, ദാനിയേലൊക്കെ ആ സമയത്താണ് പ്രവചിച്ചത്. പ്രവാസത്തിൽ കിടക്കുമ്പോൾ പ്രവചിച്ചു. 3, ആ പ്രവാസം കഴിഞ്ഞു വന്ന് ചില പ്രവാചകന്മാർ പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പ്രവാസത്തിന് പോകുന്നതിന് മുമ്പാണ് യെശയ്യാവ് പ്രവചിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 3ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, യെശയ്യാവിന്റെ കാലത്ത് നിറവേറിയ പ്രവചനങ്ങൾ. യെശയ്യാവിന്റെ കാലത്തിന് ശേഷം നിറവേറിയ പ്രവചനങ്ങൾ. ഇനിയും നിറവേറാൻ കിടക്കുന്ന ചില പ്രവചനങ്ങൾ. യെശയ്യാവ് പ്രവചിച്ച പ്രവചനങ്ങൾ, ഒന്ന്, യെശയ്യാവിന്റെ ശുശ്രൂഷ സമയത്ത് തന്നെ നിറവേറി. 2, യെശയ്യാവ് മരിച്ചു കഴിഞ്ഞെങ്കിലും അത് നിറവേറി. 3-ാമത്, ഇനി നിറവേറാൻ ചില പ്രവചനങ്ങൾ യെശയ്യാവ് പ്രവചിച്ച പ്രവചനങ്ങളിലുണ്ട് എന്ന് പറഞ്ഞത് നിറവേറാതിരിക്കാതിരിക്കത്തില്ലെന്നല്ല, അതും നിറവേറുക തന്നെ ചെയ്യും. കാരണം ദർശനത്തിനൊരു അവധിയുണ്ട്. അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട്. അത് വരും നിശ്ചയം. സമയം തെറ്റുകയില്ല, താമസിക്കുകയില്ല. ദർശനത്തിനും പ്രവചനത്തിനും വെളിപ്പാടിനും ഒരു അവധിയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വർഷത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് വന്നെത്തിയിരിക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ പറയാ, വർഷത്തിന്റെ ആരംഭം കേട്ട ദൂത്, വർഷത്തിന്റെ ആരംഭം കേട്ട ആലോചന, വർഷത്തിന്റെ ആരംഭം ആമേൻ ദൈവദാസന്മാരിലൂടെ ദൈവത്തിലൂടെ കേട്ട അരുളപ്പാട് ഈ അവസാന നിമിഷമായിട്ടും നിറവേറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്ന് പകൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ വചനം ഇന്ന് പകൽ നിറവേറാതെ പോകത്തില്ല. ദൂത് നിറവേറാതെ പോകത്തില്ല. വചനം പറയുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അരികിലേക്ക് മടങ്ങി വരത്തില്ല. ഞാൻ അയച്ച കാര്യം അത് നിർവഹിക്കും. അതെ, ഇന്നോ പകൽ ഈ അവസാന ഞായറാഴ്ച ഒരു കാര്യം ഞാൻ പറയാം, ഈ വർഷം തീർന്നിട്ടില്ല. 2024 പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ആരാധനയോടെ പ്രവേശിച്ച ദൈവവൈതലേ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാ, നിറവേറ്റി തരുന്ന ഒരു ദൈവം ഇന്നോ പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ദൂതുകൾ നിറവേറ്റി തരുന്ന ഒരു ദൈവം ഇന്നോ പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ദൂതുകൾ നിറവേറ്റി തരുന്ന ഒരു ദൈവം ഇന്നോ പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേർ ചേർന്ന് ഇന്നോ പകൽ കാലം കർത്താവിന് ആമേൻ പറയോ? ശക്തന്മാരായ 4 രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവിന്റെ പ്രവചനം ആരംഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, ആഗാസ് എന്നിവരുടെ കാലത്ത് 1-ാമത്തെ രാജാവാരാ? ഉസിയാവ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഏകരാഷ്ട്രമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒറ്റ രാഷ്ട്രമായി ഭരണം നടത്തിപ്പോയൊരു സമയമുണ്ടായിരുന്നു. ശൗലിന്റെയും ദാവീദിന്റെയും ശലോമോന്റെയും കാലം ഇസ്രായേൽ മക്കൾ ഒറ്റക്കെട്ടായി നിന്നു, ഒറ്റ രാഷ്ട്രമായിരുന്നു. എന്നാൽ ശലോമോന്റെ കാലശേഷം ആ ഇസ്രായേൽ രാഷ്ട്രം 2ആയി പിരിഞ്ഞു. തെക്കേ രാജ്യമായും വടക്കേ രാജ്യമായും, 10 ഗോത്രമായും 2 ഗോത്രമായും, യഹൂദയായും ഇസ്രായേലായും, രഹബയാമിന്റെ നേതൃത്വത്തിലും യെരോബയാമിന്റെ നേതൃത്വത്തിലും, അങ്ങനെ ഇസ്രായേൽ രാഷ്ട്രം 2ആയി, 2 ചേരിയായി മാറി. അവർ വിട്ടില്ല. 2 നേതൃത്വം
മുന്നോട്ട് പോയി ശക്തമായി അവരുടെ ഭരണം നടത്തി. രണ്ട് നേതൃത്വവും ഒരിടവും വിട്ടുകൊടുക്കാതെ അവർ ശക്തന്മാരായി പ്രവർത്തിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള രാജാക്കന്മാർ ദുഷ്ടന്മാരും നീചന്മാരും ദൈവപ്രിയമില്ലാത്തവരും ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവരായി അധികം രാജാക്കന്മാർ എഴുന്നേറ്റത് കൊണ്ട് ആ സാമ്രാജ്യം അധിക നാൾ നീണ്ടു നിന്നില്ല. അത് തകർന്ന് തരിപ്പണമായി പോയി. എന്നാൽ ഇവിടെ യഹൂദ രാഷ്ട്രം ദൈവത്തിന് മഹത്വം കൊടുത്ത രാജാക്കന്മാരുണ്ടായിരുന്നു, ദൈവ ഭയമുള്ളവരുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ദൈവ ഭയമില്ലാത്തവരും ഇതിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഓരോ രാജാക്കന്മാർ ഭരണം നടത്തി ഉസിയാവിന്റെ ഭരണം വന്നപ്പോ, ഉസിയാവ് യഹൂദയിലെ 10ാമത്തെ രാജാവാണ്. ഉസിയാവിനൊരു പ്രിവിലേജ് ഉള്ളത്, ഒരു ക്രെഡിറ്റ് ഉള്ളത്, യഹൂദയിലും ഇസ്രായേലിലും ഭരിച്ച രാജാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ഉസിയാവാണ്. ഹല്ലേലൂയ. 16ാമത്തെ വയസ്സിൽ രാജഭരണം ഏറ്റെടുത്തു. 52 വർഷം യഹൂദയെ ഭരിച്ചു. 52 വർഷം ഭരിച്ചതുപോലെ ആരും യഹൂദയെ ഭരിച്ചിട്ടില്ല, ഇസ്രായേലിനെ ഭരിച്ചിട്ടില്ല. 52 വർഷമായി നീണ്ട ഭരണം നടത്തിയ ഒരു രാജാവുണ്ടെങ്കിൽ അത് ഉസിയ രാജാവാണ്. 16ാമത്തെ വയസ്സിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായത്ത് അവൻ രാജഭരണം ഏറ്റെടുത്തു. 52 വർഷം ഭരിച്ചു. ഒരു കാര്യം ഞാൻ പറയാ, ഉസിയാവ് ജനിച്ചതേ രാജാവായിട്ടല്ല, എന്നാ ജനിച്ചത് രാജാവായിട്ട് ഒരുവനുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയാ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് വിദ്വാൻമാർ വന്ന് യെരൂശലേം നടുങ്ങത്തക്ക തരത്തിൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചോദിച്ച ഒരു രാജാവുണ്ട്. അത് ജനിച്ച് 6 മാസം കഴിഞ്ഞ് രാജാവായതല്ല. ജനനം മുതലേ രാജാവായി ജനിച്ച ഒരുവൻ ഉണ്ടെങ്കിൽ 52 വർഷം ഭരിച്ച ഉസിയാവിനെ പോലെ അല്ല, ജനിച്ചപ്പോഴേ രാജാവായി ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്ത ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാ. ഇന്ന് പകൽ രാജാക്കന്മാരുടെ രാജാവ് ആ ഒരുവൻ ഈ ഭൂമിയിൽ വന്നെങ്കിൽ, മരിച്ചെങ്കിൽ, അടക്കപ്പെട്ടെങ്കിൽ, കല്ലറയെ പൊട്ടിച്ചെങ്കിൽ, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ, ഇനിയും അധിക താമസവിന തന്റെ മക്കളെ ചേർക്കാൻ, തന്റെ സഭയെ ചേർക്കാൻ മടങ്ങി വരാമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു അല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അല്പം കഴിഞ്ഞവൻ പ്രബലനായപ്പോ, അവൻ ശക്തനായപ്പോ, അവന്റെ ഹൃദയം അവന്റെ നാശത്തിന് വേണ്ടി നിഗളിച്ചത് കൊണ്ട് അവന്റെ വീഴ്ച ഭയാനകരമായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, നല്ല ഒരു തുടക്കമിടുന്നല്ല കാര്യോ, നല്ല ഒരു ഒടുക്കമിടുന്നതാണ്. നന്നായിട്ട് തുടങ്ങിയവർ പലരോ, നന്നായിട്ട് ആരംഭിച്ച പലരോ ഇന്ന് പകൽ ശുശ്രൂഷയിൽ തകർന്ന്, ആത്മീകത്തിൽ തകർന്ന്, കൃപയെ നഷ്ടപ്പെട്ട് ജഡീകന്മാരായി, അനാത്മീയന്മാരായി മാറിയപ്പോ ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ആമേൻ, ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവ പൈതലേ, ഇന്ന് പകൽ നിന്നെ ദൈവം വിളിച്ചത്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൽ മരിക്കാനാ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ ക്രിസ്തുവിലാണെന്ന്. ലോകം എന്തും പറയട്ടെ, കൂടെയുള്ളവരെന്തും പറയട്ടെ, നാട്ടുകാരെന്തും പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മൾ ക്രിസ്തുവിലാണെന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് പകൽ ഞാൻ പറയാ, പള്ളി പണിത് ആരംഭിച്ച ശലോമോൻ അവസാനം ക്ഷേത്രം പണിത് അവൻ്റെ ജീവിതം അവസാനിക്കേണ്ട ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ സഭയോട് വിളിച്ചു പറയുകയാണ്. നല്ല ഒരു ആരംഭം ഇടുന്നതിനേക്കാൾ, നല്ല ഒരു തുടക്കം ഇടുന്നതിനേക്കാൾ ഇന്ന് പകൽ നമ്മുടെ ഒടുക്കം അവസാനം ക്രിസ്തുവിലാണെങ്കിൽ, ദൈവത്തിലാണെങ്കിൽ, ദൈവവുമായുള്ള ബന്ധത്തിലാണെങ്കിൽ ഇന്ന് പകൽ നീ തോറ്റുപോയില്ല, ഇന്ന് പകൽ നീ പരാജയപ്പെട്ടു പോയില്ല, ഇന്ന് പകൽ നീ തുന്നം പാടിയില്ല. നിന്റെ ജീവിതം ജയകരമായി അന്ത്യത്തോളം നമ്മൾ, അവസാന ശ്വാസം വരെയും നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കാൻ
നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി ആമേൻ ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മൾ പോരാടി നിൽക്കണം. ഹല്ലേലൂയ. 52 വർഷം യഹൂദയെ ഭരിച്ചു ഉസിയാവ്. ആമേൻ. രണ്ടാമത്തെ ഭരണം ആരാ? ഒന്ന് വായിച്ചേ. യോഥാം. ആമേൻ. രണ്ടാമത്തെ ഭരണം നടത്തിയ യോഥാം 25-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങി. 16 വർഷം ഭരണം നടത്തി യോഥാം. മൂന്നാമത്തെ രാജാവ് ആരാ? ആഹാസ്. ആമേ 20-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങി. 16 വർഷം യഹൂദയെ ഭരിച്ചു. മൂന്നാമത്തെ രാജാവായ ഹിസ്കിയാവ് 25-ാമത്തെ വയസ്സിൽ ഭരണം തുടങ്ങി. 29 വർഷം ആമേ ഭരണം നടത്തി. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ആമേ 25 മുതലൊക്കെ വായിച്ചാൽ മതി. ഇപ്പോൾ വായിക്കണ്ട. ആ ഭാഗങ്ങളിൽ രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയോ? അവർ ചെയ്ത പ്രവൃത്തികൾ കാണുവാൻ വേണ്ടി കഴിയോ? അതെൻ്റെ വിഷയമല്ലാഞ്ഞത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. 4 രാജാക്കന്മാരുടെ സിംഹാസനം നേർക്കുനേർ കണ്ട വ്യക്തിയാണ് യെശയ്യാവ്. ഹല്ലേലൂയ. 4 രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിന്ന് പ്രവചന ശുശ്രൂഷ നടത്തിയവനാണ് യെശയ്യാവ്. യെശയ്യാവിന് ഉസിയാവിൻ്റെ സിംഹാസനം എങ്ങനെ ഇരിക്കുന്നു എന്നും, യോഥാമിൻ്റെ സിംഹാസനം എങ്ങനെ ഇരിക്കുന്നു എന്നും, ആകാസിൻ്റെ സിംഹാസനം എങ്ങനെ ഇരിക്കുന്നു എന്ന്, ഹിസ്കിയാവിൻ്റെ സിംഹാസനം എങ്ങനെ ഇരുന്നു എന്നൊക്കെ യെശയ്യാവിന് നന്നായിട്ടറിയാം. ഈ 4 രാജാക്കന്മാരുടെ കാലത്താണ് യെശയ്യാവ് ഭരണം ഏറ്റെടുത്തത്, പ്രവചന ശുശ്രൂഷ ഏറ്റെടുത്തത്, അത് ഭംഗിയായി നിർവഹിച്ചത്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ ഈ 4 രാജാക്കന്മാരുടെ സിംഹാസനം പോലെ അല്ലാത്ത ഒരു സിംഹാസനം, ഈ 4 രാജാക്കന്മാർ ഇരിക്കാത്ത ഒരു സിംഹാസനോ, ഈ 4 രാജാക്കന്മാർ ഭരിക്കാത്ത ഒരു സിംഹാസനോ, ഈ 4 രാജാക്കന്മാർ കാണാത്തൊരു സിംഹാസനോ യെശയ്യാവ് കണ്ടിട്ടില്ല, അവർ ഇരുന്നിട്ടില്ല. അതിനേക്കാളും മഹത്വകരമായൊരു സിംഹാസനോ ഇന്നോ പകൽക്കാലം ഞാൻ പറയാ, യെശയ്യാവ് അവിടെ കാണുകയാണ്. ആമേ. യോഥാമിന്റെ സിംഹാസനം പോലെ അല്ല, ആഹാസിന്റെ സിംഹാസനം പോലെ ഉള്ളതല്ല, ഉസിയാവിന്റെ സിംഹാസനം പോലെ ഉള്ളതല്ല, ആമേ ഹിസ്കിയാവിന്റെ സിംഹാസനം പോലെ ഉള്ളതല്ല. അതിലും വ്യത്യസ്തമായ, അതിലും മഹത്വകരമായ, അതിലും ഉന്നതമായ ഒരു സിംഹാസനം യെശയ്യാവ് ഇതാ ഇവിടെ കാണുന്നു. ഇവിടത്തെ സകല സിംഹാസനങ്ങളോ പൊടി പിടിച്ച് കിടക്കുമ്പോ നാട്ടുരാജാക്കന്മാർ ഏകദേശം 500-ൽ പരം രാജാക്കന്മാർ വാണരുളിയ ഈ കൊച്ചു കേരളത്തിലെ സിംഹാസനങ്ങൾ ആമേ ചെങ്കോലുകളെല്ലാം പൊടിയടിച്ച് ആമേ കാഴ്ച ബംഗ്ലാവിൽ ഇരിക്കുമ്പോ ഇന്ന് പകൽ ഒരു സിംഹാസനം നമുക്ക് വേണ്ടി ആമേ ഉയർന്നും പൊങ്ങിയും നിൽക്കുന്നുണ്ട്. എത്ര പേര് ഇന്ന് പകൽ ആത്മാവിൽ അത് കാണും? സമയമില്ലാഞ്ഞത് കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് പകൽ ഇവിടത്തെ സിംഹാസനങ്ങളാകട്ടെ, ഇവിടത്തെ വാഴ്ചകളാകട്ടെ, ഇവിടത്തെ കർത്തൃത്വങ്ങളാകട്ടെ, ഇവിടത്തെ എന്തുമാകട്ടെ, അതെല്ലാം നശിച്ച്, അതെല്ലാം നാരായ കല്ല് പിടിച്ച് മാറുമ്പോ ഇന്നോ പകൽ പൊടി പിടിക്കാത്ത, ഇന്നോ പകൽക്കാലം മങ്ങലേക്കാത്ത, ഇന്നോ പകൽക്കാലം മഹത്വപൂർണമായ ഒരു വെള്ള സിംഹാസനം ഇന്നോ പകൽക്കാലം ഉണ്ട്. ഒരു വെള്ള സിംഹാസനം യെശയ്യാവ് കാണുന്നത്. ആമേൻ. ആ കണ്ടതിനൊക്കെ വ്യത്യസ്തമായ ഒരു സിംഹാസനം. അതെങ്ങനത്തെയാ? ഒന്ന് വായിച്ചു വിട്ടേ. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യെശയ്യാവ് അങ്ങോട്ട് കർത്താവിനെ മുഖാമുഖമായി കാണുകയാണ്. അതുവരെയും കർത്താവിനെ മുഖാമുഖമായി കണ്ടില്ല. കർത്താവിൽ നിന്ന് ആത്മാവിൽ പ്രാപിക്കുകയായിരുന്നു ചെയ്തത്. അതെല്ലാം വിളിച്ചു പറയുകയാണ് ചെയ്തത്. 6-ാം അധ്യായത്തിലേക്ക് യെശയ്യാവ് കയറി വരുമ്പോ ഇതാ കാണുന്നു, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ എന്ത് ചെയ്യുന്നത്?
ഇരിക്കുന്നത് ഞാൻ കാണുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴാൻ പോകുകയാ. ഇന്നോ പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിനെ കാണാൻ കഴിയുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളതാണ്. ആമേൻ. ഇന്ന് പകൽ ഇവിടത്തെ സിംഹാസനങ്ങളൊന്നും നീതിയില്ല. ഇവിടത്തെ സിംഹാസനങ്ങളൊക്കെ അനീതിക്ക് വേണ്ടി കൈനീട്ടുന്നു. ഇവിടത്തെ സിംഹാസനങ്ങൾ കസാരകളെല്ലാം ആമേ അനീതി കൊതിക്കുന്നു, അനീതി ചെയ്യുന്നു. ആമേ നീതിമാന് ഗുണമില്ല, അനീതിക്ക് വേണ്ടി ഓടുന്നു. എങ്ങനെയെങ്കിലും സിംഹാസനങ്ങളെ ഉറപ്പിക്കുക, എങ്ങനെയെങ്കിലും സിംഹാസനങ്ങളെ അള്ളിപ്പിടിച്ചിരിക്കുക. ഇവിടെ അനീതി കൊണ്ട് സിംഹാസനങ്ങൾ നേടുമ്പോ ഇന്നോ പകൽക്കാലം ഉയർന്നും പൊങ്ങിയിരിക്കുന്നൊരു സിംഹാസനമുണ്ട്. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ സിംഹാസനമാണ്. അത് കാണുമ്പോ ഇന്നോ പകൽക്കാലം ചിലത് സംഭവിക്കും. യെശയ്യാവ് അത് കാണുകയാ. എന്നിട്ട് മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 6 ചിറകുകളുള്ള സാരാഫുകൾ ആ സിംഹാസനത്തിന്റെ ചുറ്റും വെഞ്ചാമരം വീശേണ്ടതിനു പകരം അവരുടെ ചിറകുകൾ കൊണ്ട് ആമേൻ വീശുകയാണ്. ഇന്ന് പകൽക്കാലം അവര് ആ കർത്താവിന്റെ മുഖത്തു നോക്കാൻ കഴിയാതെ വണ്ണോ അവരെന്താ ചെയ്തത്? 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് 6 ചിറകുകളിൽ 2 അവർ മുഖമാണ് ആദ്യം മൂടിയത്. കർത്താവിനെ കാണുവാൻ അവർക്ക് പറ്റുന്നില്ല. ഇന്നു പകൽക്കാലം അത്രയ്ക്ക് പരിശുദ്ധനായ വ്യക്തിയുടെ മുഖത്ത് നോക്കാൻ ഈ സാരാഫുകൾക്ക് കഴിയുന്നില്ല. അവർ മുഖം മൂടി ആമേ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ കർത്താവിനെ പരിശുദ്ധൻ എന്നാർക്കുകയാണ്. ഇത് കണ്ടപ്പോൾ യെശയ്യാവിന് എന്താ സംഭവിച്ചത്? യെശയ്യാവ് എന്തോ പറയുന്നത്? അയ്യോ, ഒരു വിളി അല്ലേ? വായിച്ചേ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. കർത്താവിനെ കണ്ടപ്പം പറയാം അയ്യോ കഷ്ടം. കർത്താവിനെ കാണുന്നതിന് മുമ്പേ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, ജീവിതം അനുഗ്രഹമായിരുന്നു. കർത്താവിനെ കണ്ടപ്പോൾ പറയാ അയ്യോ എനിക്ക് കഷ്ടം. ഇന്നു പകൽ കർത്താവിനെ കണ്ടതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷവും സൗഭാഗ്യവും അനുഗ്രഹവും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ കാണാതിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അയ്യോ കഷ്ടമായേനെ. കർത്താവിനെ കണ്ടു, കർത്താവ് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഒരു ബലമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ആമേൻ. യെശയ്യാവ് കർത്താവിനെ കണ്ടപ്പോൾ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ കണ്ടപ്പോ യെശയ്യാവ് പറയുന്ന അയ്യോ എനിക്ക് കഷ്ടം. ഇന്നലെ വരെ നിനക്ക് കഷ്ടം, അവന് കഷ്ടം, അപ്പുറത്തുള്ളവർക്ക് കഷ്ടം, ഇപ്പുറത്തുള്ളവർക്ക് കഷ്ടം, ആ സഭയ്ക്ക് കഷ്ടം, ഈ സഭയ്ക്ക് കഷ്ടം, ആ പാസ്റ്ററിന് കഷ്ടം, ഈ പാസ്റ്ററിന് കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് ഇതാ പറയുന്നു അയ്യോ എനിക്ക് കഷ്ടം. ഹല്ലേലൂയ. കാണേണ്ടതുപോലെ കണ്ടപ്പോ അവന്റെ കുറവുകൾ വെളിപ്പെട്ടു വന്നു. ഇന്നു പകൽ നമ്മളെ തന്നെ കാണാത്തത് കൊണ്ടാണ് നമ്മുടെ കുറവുകൾ വെളിപ്പെടാത്തത്. ഇന്നു പകൽ ഞാൻ പറയാം, നീ നുറുങ്ങുന്നത് വെറുതെ അല്ല കേട്ടോ, നീ ഉടഞ്ഞത് വെറുതെ അല്ല, നീ കരഞ്ഞത് വെറുതെ അല്ല. ഇന്നു പകൽക്കാലം 2024 പ്രാരംഭം ജീവിതത്തിൽ വേദനകൾ വന്നെങ്കിൽ, ജീവിതത്തിൽ ഉടച്ചിലുകൾ വന്നെങ്കിൽ, ജീവിതത്തിൽ കണ്ണുനീര് വന്നെങ്കിൽ, ജീവിതത്തിൽ കഷ്ടത വന്നെങ്കിൽ, ഇന്നു പകൽക്കാലം ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി വാഴ്ത്താ. ഇന്ന് പകൽക്കാല ആ കരങ്ങൾക്ക് കഴിയും കേട്ടോ. ഇന്ന് പകൽ ആ കരത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ, ആ കരത്തിലാണ് നീ നുറുക്കപ്പെടുന്നതെങ്കിൽ, ആ കരത്തിലാണ് നീ ഉടയപ്പെടുന്നതെങ്കിൽ, ആ കരത്തിലാണ് നീ വല്ലാത്ത വേദനകൾ അനുഭവിച്ചതെങ്കിൽ തീർന്നില്ല കുഞ്ഞ്. അധിക താമസവിനാ നിന്നെ വാഴ്ത്തുന്ന ഒരു ദൈവം, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവം. നിന്റെ നുറുക്കങ്ങൾ 1000ങ്ങൾക്ക് വിടുതലാ, നിന്റെ നുറുക്കങ്ങൾ 10000ങ്ങൾക്ക് വിടുതലാ. ഇന്ന് പകൽ മാറ്റാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽക്കാലം യെശയ്യാവ്
അതുകൊണ്ട് അവനെ തന്നെ കണ്ട് അവനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ടാ പറയുന്നത്, എന്തുവാ പറയുന്നത്? ആമേൻ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ഇന്നു പകൽ നമ്മളെ തന്നെ കണ്ടുണരുന്നൊരു പകൽ. ഈ വർഷത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുക. ഒന്ന് വേർവിട്ട് നിൽക്കുക. ആമേൻ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, ആമേ പ്രതികൂലത്തിൽ നിന്ന്, പൈശാചിക വെല്ലുവിളികളിൽ നിന്ന്, ദുഷ്ടൻ്റെ കണികളിൽ നിന്ന്, പിശാചിൻ്റെ കുടുക്കുകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ആമേ, സ്തോത്രം, ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കയ്യിലെടുത്ത് ഉപയോഗിക്കും. ഇന്നു പകൽ കയ്യിലെടുത്ത് ഉപയോഗിക്കുക. എവിടെ കയ്യിലെടുത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവരുണ്ടോ അവരെല്ലാം നുറുക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ ആരെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനമായി തീർന്നിട്ടുണ്ടോ അവരെല്ലാം ഒറ്റപ്പെട്ടിട്ടുണ്ട്. എവിടെ ആരെല്ലാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ 2024 അവസാന നിമിഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, നാളെ അടുത്ത നിമിഷം, അടുത്ത വർഷം എന്തായി തീരുമെന്നുള്ള ഉൾഭയം നിന്റെ ഉള്ളിൽ കാണൂ. അടുത്ത നിമിഷം, നാളെ, അടുത്ത വർഷം എന്തായി തീരുമെന്നുള്ള ഭാരങ്ങൾ കാണൂ. പക്ഷെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. നരച്ചാലും ചുമക്കാമെന്ന് പറഞ്ഞവനാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവമാണ്. ആ ദൈവം നിന്നെ എത്തിക്കേണ്ട ഇടത്തൊക്കെ എത്തിക്കുക തന്നെ ചെയ്യും. ഒരു സ്തോത്രം ഇന്ന് പകൽ പറഞ്ഞേ. ആ യെശയ്യാവ് പിന്നെ പറയുന്നതാണ്, അനന്തരം ഞാൻ ആരെ അയക്കൊണ്ട് ഏൽപ്പിച്ചു സമർപ്പിച്ചു കൊടുത്തപ്പോ ആ ദൈവദാസൻ ദൈവസന്നിധിയിൽ, ആമേൻ, സ്വർഗത്തിലെ ദൈവം ചോദിച്ചപ്പോൾ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഇന്ന് പകൽക്കാലം ഒരു കോളിങ്. ആർ പോകും? 2024 കൃപയാൽ, ആമേൻ, 100% ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഈ വർഷം ഞാൻ കർത്താവിനെ ഒത്തിരി ശുശ്രൂഷിച്ചു കവലകളിൽ. ഈ വർഷം എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും കൊണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ കവലകളിൽ ഇറങ്ങി. ആമേ, ഒരുപാട് നന്മകളൊന്നും കിട്ടിയില്ല, ഒത്തിരി പേര് പുകഴ്ത്തിയൊന്നുമില്ല, ഒത്തിരി പേര് ഉയർത്തിയൊന്നുമില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എൻ്റെ യേശുവിനെ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞു. 2024 ആമേൻ, ഹല്ലേലൂയ, പ്രാരംഭം മുതൽ ഇതുവരെ കർത്താവിനെ ഉയർത്താൻ ഭാഗ്യം. ചില ആഴ്ചകൾ പോയിട്ട് ബാക്കിയെല്ലാം കർത്താവിന് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ യേശുവിനെ ഉയർത്താൻ ഞാൻ മടി കാണിച്ചില്ല. ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്ക് ആരാധിക്കാൻ ഇടയായി. 2024 നിന്നെ തകർക്കാൻ നോക്കിയതാ. 2024 നീ ആലയത്തിൽ ഇല്ലാതിരിക്കാൻ വെല്ലുവിളിച്ചതാ. 2024 പൈശാചികൻ നിന്നെ തീർത്തു കളയാൻ നോക്കിയതാ. പക്ഷേ ഇന്നോ പകൽ ഈ അവസാന നിമിഷവും നിന്നെ ഈ ആലയത്തിൽ ഇരുത്തിയത് തമ്പുരാന്റെ കൃപയാണ്. ഈ അവസാന നിമിഷവും ഈ ആലയത്തിൽ ഇരിക്കുന്നത് തമ്പുരാന്റെ കൃപയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ ഇരുത്തുന്നത്? എന്തിനു വേണ്ടിയാ ഒരു വർഷവും കൂടി തന്നത്? ആ കർത്താവിനെ ഉയർത്താൻ വേണ്ടിയാണ്. കർത്താവ് അയക്കുന്നിടത്ത് പോകാൻ വേണ്ടിയാണ്. കർത്താവ്, ആമേൻ, സ്തോത്രം, പറയുന്നത് ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് പകൽക്കാലം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ചായ കിട്ടത്തില്ല, പരിപ്പ് വട കിട്ടത്തില്ല, അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച കിട്ടത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ കവലയിൽ പോയാൽ ചീത്തവിളിയെ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇന്നു പകൽ കിട്ടുന്ന സമയം കർത്താവിനെ എവിടെയും ഉയർത്താൻ പുതിയൊരു വർഷം തരിക. 2024 പറ്റിയില്ലെങ്കിൽ 25 തന്നാൽ കർത്താവിന് വേണ്ടി പോകാമെന്ന് എത്ര പേര് തയ്യാറാണ്? ഒരു പുതിയ വർഷം തന്നാൽ കർത്താവിന് വേണ്ടി പോകാൻ എത്ര പേര് ഒരുക്കമാണ്? ഇന്ന് പകൽ ഒരു പുതിയ വർഷം തന്നാൽ എത്ര പേര് പോകാൻ തയ്യാറാണ്? എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഒരു
വിളി. ആമേ, ഉയരത്തിൽ നിന്നൊരു വിളി വരിക. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് ഇതാ വിളിക്കുന്നു. എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേക കോളിംഗ് ആയിട്ട് ദൈവം വിളിക്കുന്നു. എനിക്ക് വേണ്ടി ആര് പോകും? വിശുദ്ധിക്ക് വേണ്ടി ആര് നിൽക്കോ? വിശ്വാസത്തിന് വേണ്ടി ആര് നിൽക്കോ? ഓ, ഈ ശുശ്രൂഷ ചെയ്യാൻ ആര് പോകും? ഉയരത്തിൽ നിന്നൊരു വിളി. അപ്പോൾ തന്നെ ആഴത്തിൽ നിന്നൊരു വിളി വരികയാണ്. ആരാ? ധനവാൻ വിളിക്കുന്നു, അബ്രഹാം പിതാവേ, ലാസറിൻ്റെ വിരൽ മുക്കി എൻ്റെ നാവൊന്ന് തണുപ്പിക്കാൻ. ആഴത്തിൽ നിന്നൊരു വിളി. ആമേൻ. എന്നിട്ട് പറയാ, എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ നീ ലാസറിനെ ഒന്ന് വിടണം. ആമേ, ഇവിടെ അവർ വരരുത്. ഉയരത്തിൽ നിന്നൊരു വിളിയുണ്ട്, ആഴത്തിൽ നിന്നൊരു വിളിയുണ്ട്. ആമേ, മക്കതോനിയയിൽ നിന്നൊരു, സമീപത്തു നിന്നൊരു വിളിയുണ്ട്. ഇന്ന് പകൽ ഇതാ വിളികൾ വരികയാ. ഇന്ന് പകൽ ആ വിളിയുടെ മുമ്പിൽ എത്ര പേര് അടിയൻ അയക്കണമേന്ന്. ആമേൻ. ഉയരത്തിൽ നിന്ന് കർത്താവ് വിളിക്കുക. ആമേൻ. പട്ടുപോയ, പരാജയപ്പെട്ടു പോയ, മരിച്ചുപോയ ചിലരുടേതായ ആത്മാക്കൾ ആഴത്തിൽ കടന്ന് വിളിക്കുക. ഇവിടെ ആരും വരരുതേ, ഇവിടെ ആരെയും പറഞ്ഞയക്കരുതേ. ആമേ, ഇവിടെ ആരെയും അയക്കരുതേ. ആഴത്തിൽ നിന്ന് ഇവിടെ തീയാണേ, ഇവിടെ ജ്വാലയാണേ, ഇവിടെ പല്ലുകടിയുണ്ട്, ഇവിടെ കെടാത്ത തീയുണ്ട്, ഇവിടെ ത്യാഗാത്ത പുഴുവുണ്ട്. ഇവിടെ ആരെ അയക്കരുത്. ഇവിടെ യാതനയാണ്, വേദനയാണ്. ധനവാൻ വിളിക്കുകയോ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ലാസറിനെ വന്ന് അയക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകൾ കർത്താവിനെ ആരാധിക്കണം കേട്ടോ. നമ്മുടെ തലമുറകളെ കർത്താവിനെ സ്തുതിക്കണം കേട്ടോ. നമ്മുടെ തലമുറകളെ കർത്താവിന് വേണ്ടി മഹത്വമുള്ളതാക്കി മാറ്റണം. അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ വിത്ത് ചുമക്കാൻ അവർക്ക് അവസരം കൊടുക്കണം. അവരെ ദൈവരാജ്യത്തിൻ്റെ വചനം ആമേൻ തുറക്കാൻ ആമേൻ ഹല്ലേലൂയ അനുഭവിക്കണം. സുവിശേഷ അഭിമാനമാണ്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിമാനമാണ് കേട്ടോ. സുവിശേഷ അപമാനമായി കാണരുത്. സുവിശേഷ അപമാനമായി നമ്മൾക്ക് ദർശിക്കരുത്. സുവിശേഷ അഭിമാനമാണ്. സുവിശേഷ ആമേ സ്തോത്രം ദൈവത്തിൻ്റെ അന്ത്യകൽപ്പനയാണ്. സുവിശേഷം ദൈവം നമ്മളോട് പറഞ്ഞ അന്ത്യകൽപ്പനയാണ് സുവിശേഷം. ആ സുവിശേഷ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ ദ ലാസ്റ്റ് അംബിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് ആമേ സുവിശേഷം. ദ ലാസ്റ്റ് കമാൻഡ്മെന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. ആമേ ദ പ്രിവിലേജ്, യേശു ക്രിസ്തു നമുക്ക് തന്നൊരു പ്രിവിലേജാണ്. ആമേ പ്രിവിലേജാണ്. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ്. യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹമാണ്. ഇന്നോ പകൽ നീ സുവിശേഷകനായി തീരേണ്ടത്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. അടിയനിതാ, അടിയനെ അയക്കണം. ആ കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം.